പോ. മോനെ, അത് വിശാഖപട്ടണത്തെ ആസ്പത്രിയില് ഞങ്ങളൊക്കെ വന്നിരുന്നു. അപ്പൊ നീ ബോധമില്ലാണ്ട് ഐസിയുവിൽ കിടക്കല്ലേ? സതീശ് ഒരു 5000 റുപ്യ അതാ ബന്റെ കൊടുക്കുകയും ചെയ്തു. ഇല്ലടാ? ആയിക്കോട്ടെ, സന്തോഷം. എനിക്കൊരു പരാതിയില്ല. നിങ്ങൾക്കൊക്കെ എന്തിനും കണക്കുണ്ട്, എനിക്ക് കണക്കില്ല. കച്ചവടം നടത്തി കടം കയറി എന്റെ അച്ഛൻ കെട്ടിത്തൂങ്ങി ചത്തപ്പോ ഞാൻ കൊച്ച, 13 വയസ്സ്, ഒരമ്മയും 4 മക്കളും. എങ്ങനെ ജീവിക്കും? എടുത്താ പൊങ്ങാത്ത കടം. എന്റെ അമ്മ ഒരു എളുപ്പവഴി കണ്ടുപിടിച്ചു. കഞ്ഞിയിൽ വിഷം കലക്കി 4 മക്കളെയും വിളിച്ചിരുത്തി വിളമ്പി. അമ്മയുടെ കയ്യിൽ നിന്ന് ആ കഞ്ഞിയും കലവും വാങ്ങി വലിച്ചെറിഞ്ഞിട്ട് അന്തവും കുന്തവും ഇല്ലാത്ത ഈ ലോകത്തേക്ക് ഇറങ്ങി വന്നവനാ ചന്ദ്രഹാസൻ. 14 വയസ്സില്. ചെയ്യാത്ത പണിയൊന്നുമില്ല. കണ്ടിട്ടുണ്ട്, പിടിച്ചു പറിച്ചിട്ടുണ്ട്, കള്ളച്ചാരാൻ പാറ്റിയിട്ടുണ്ട്. ചെയ്യാത്തതായിട്ട് ഈ ലോകത്തൊന്നുമില്ല. അങ്ങനെയാ നിങ്ങൾക്ക് 15 പവൻ തന്നത്. എല്ലാരും വളർത്തി, വീടുണ്ടാക്കി. സതീശൻ എഞ്ചിനീയറായി, സുധയ്ക്ക് 100 പവൻ. അതിനൊന്നും എന്റെ കണക്കില്ല. വേണ്ട, ആരും വേണ്ട. ഞാൻ ഒറ്റയാ. പക്ഷെ എല്ലാരും നന്നായി, അത് മതി. എന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് ഞാൻ പാലിച്ചു. എന്ത് തോന്നിയാസം ചെയ്യുമ്പോഴും ഒന്നേ ആലോചിച്ചിട്ടുള്ളൂ. എന്റെ അമ്മയ്ക്ക് വേണ്ടിയാ, എന്റെ അനിയത്തിക്ക് വേണ്ടിയാ, എന്റെ അനിയന് വേണ്ടിയാ. ഞാൻ മാത്രം അട്ടയെ പോലെ പൊട്ടക്കുളത്തില്. അവിടെ നിന്നെ കൈപിടിച്ച് കയറ്റിയ ഒരു പെൺകുട്ടിയുണ്ട്. അവക്ക് കൊടുത്ത വാക്ക് മാത്രം പറ്റില്ല. അവള് ജീവിച്ചിരിപ്പുണ്ടോന്ന് പോലും. സമാനായില്ലേ? കുരം കളിച്ചും മണ്ടം കളിച്ചും ഒന്നും ഓർക്കം വിടത്തെ കൊണ്ടു നടക്കാൻ ഞാൻ. അതിന് ഞാനൊരു നല്ല കാര്യമില്ല. ഇനിയും നല്ല കാര്യം പറഞ്ഞ് താനോട് നിന്നാ. നേരത്തെ കണ്ടില്ല കുറെ തെണ്ടിക്കൂട്ടങ്ങള്. ഒരു വാക്ക് പറഞ്ഞാ മതി, ഈ കൈയും കാലും മുറിച്ച് മീശം പറിച്ച് നാട്ടിലേക്ക് പാർസലായിട്ട് വിടും. വീട്ടിൽ ചെല്ലുമ്പോ സരോജിനേച്ചിക്ക് മക്കൾക്ക് കണ്ടാ മനസ്സിലാവില്ല. വിവരല്ല. ഒരു നല്ല കാര്യം പറഞ്ഞ തലേ കയറില്ല.